ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. PSCക്കും SSCക്കും റെയിൽവേ എക്സാംസിനും സ്ഥിരമായിട്ട് റിപ്പീറ്റഡായിട്ടും ചോദിക്കുന്ന ചില ഇഡിയംസ് പഠിക്കാം. ആദ്യത്തേത് ബ്രേക്ക് ദി ഐസ്. ബ്രേക്ക് ദി ഐസ് വളരെ കോമൺ ആയിട്ട് മിക്ക എക്സാംസിനും ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഒരു സംഭാഷണം ആരംഭിക്കുക എന്നാണ്. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് വെച്ചാൽ അമിതമായ വില അല്ലെങ്കിൽ ചിലവേറിയ ഒരു കാര്യം എന്ന് അർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. അതായത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം. ലിവ് നോ സ്റ്റോൺ അൺടേൺഡ്. കഴിയുന്നതെല്ലാം ചെയ്യുക, എല്ലാ തരത്തിലും പരിശ്രമം ഉണ്ടാവുക. അതായത് ട്രൈങ് ഓൾ പോസിബിൾ വേസ് ടു അച്ചീവ് സംതിങ്. എന്തെങ്കിലും നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നതിനെയാണ് ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറയുന്നത്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ സുഖകരമല്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് തീർത്തും പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിലോ ഒരു ചുറ്റുപാടിലേക്കോ പോകുന്നതിനെ എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നു. അതായത് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തെത്തുമ്പോഴുള്ള ഒരവസ്ഥയാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. എ സ്റ്റോൺസ് ത്രോ എവേ എന്ന് വെച്ചാൽ വളരെ അടുത്ത്, കുറച്ച് ദൂരത്തിനുള്ളിൽ എന്ന് അർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് എ സ്റ്റോൺസ് ത്രോ എവേ. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഓർ ഡൈവ് എന്ന് വെച്ചാൽ ഒട്ടും താമസിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നുള്ള ഒരർത്ഥമാണ്. അതായത് ഒരു കാര്യം നമ്മൾ ഒട്ടും പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് സാഹചര്യത്തിനനുസരിച്ച് വളരെ വേഗത്തിൽ ചെയ്യുന്നതിനെയാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത്. ബി ഓൾ ഇയേഴ്സ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, വളരെ അറ്റൻറ്റീവായി കെയർഫുള്ളായി ശ്രദ്ധിക്കുന്നതിനെയാണ് ബി ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. ബൈറ്റ് ഓഫ് മോർ ദാൻ വൺ ക്യാൻ ച്യൂ എന്ന് വെച്ചാൽ കഴിവിനേക്കാൾ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും, അതിൽ കവിഞ്ഞ് അത് ചെയ്യാൻ തയ്യാറാകുന്ന അവസ്ഥയെയാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ വൺ ക്യാൻ ച്യൂ എന്ന് പറയുന്നത്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ ക്രമമില്ലാതെ, ഒരു ഓർഡർ ഇല്ലാതെ, ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യത്തിനെയാണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. ഫെയർ വെതർ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല സമയം ഉണ്ടാകുമ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന ചില സുഹൃത്തുക്കളെയാണ് ഫെയർ വെതർ ഫ്രണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് വെച്ചാൽ നിയന്ത്രണം നഷ്ടമായി പോവുക അല്ലെങ്കിൽ കൈവിട്ടു പോവുക. ഏതൊരു സാഹചര്യവും നമ്മുടെ നിയന്ത്രണത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ അതിനെ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നു. ഇൻ ദ സെയിം ബോട്ട് എന്ന് വെച്ചാൽ ഒരേ അവസ്ഥയിലുള്ളവർ അല്ലെങ്കിൽ ഒരേ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ, ഒരേ ദുഃഖങ്ങളുള്ള ആൾക്കാരെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഇൻ ദ സെയിം ബോട്ട്. ഓൺ ക്ലൗഡ് നയൻ വളരെ സന്തോഷമേറിയ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണ് ഓൺ ക്ലൗഡ് നയൻ. പുൾ സംവൺസ് ലെഗ് എന്ന് വെച്ചാൽ ഒരാളെ കളിയാക്കുകയോ തമാശയ്ക്ക് അയാളോട് എന്തെങ്കിലും പറയുകയോ അയാളെ പറ്റിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് പുൾ സംവൺസ് ലെഗ് എന്ന് പറയുന്നത്. സിറ്റ് ഓൺ ദി ഫെൻസ് അതായത് പക്ഷം പിടിക്കാതെ നിൽക്കുക അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക, അതിനെയാണ് സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ടേൺ എ ഡെഫ് ഇയർ ഒരു കാര്യം കണ്ടില്ല എന്ന് ഭാവിക്കുക അല്ലെങ്കിൽ അതനുസരിക്കാതിരിക്കുക, ഇതിനെയൊക്കെ എന്ത് പറയുന്നു? ടു ടേൺ എ ഡെഫ് ഇയർ.